ബഹുമാന്യ പ്രേക്ഷകർക്ക് നീതി തേടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഓം ശാന്തി ശാന്തി ശാന്തി. ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ രജിസ്ട്രാർ മുമ്പാകെ തെളിവുകളൊക്കെ സഹിതം ഞാനൊരു പരാതി കൊടുത്തു. ഈ ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ രജിസ്ട്രാർ 4/2/2025 അയച്ച ഒരു മറുപടി എനിക്ക് തന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലവിൽ ഒരു വിധിയുണ്ട്. ഇവരൊക്കെ അത് വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. വായിച്ച് കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്നിട്ട് ഇനി വായിച്ച് അറിഞ്ഞിട്ടും ഇനി തോന്നിയതുപോലെയൊക്കെ കാണിക്കുകയാണോ എന്നുള്ളതാണ്. ഒരു പരാതി ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, കുചേലനായിക്കോട്ടെ, ഭഗവാൻ കൃഷ്ണ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ പരാതിക്കാരനെ കേൾക്കണം എന്നൊരു നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻവിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയില്ലെങ്കിൽ ഞാൻ ആ വിധിയുടെ കോപ്പി കൊടുക്കാം. അവരൊന്ന് വായിച്ചു നോക്കട്ടെ. എൻ്റെ കയ്യിലുണ്ട്. ഒരു ഹിയറിങ് പോലും നടത്തിയിട്ടില്ല. ഞാൻ ഈ 7-8 തെളിവുകൾ സഹിതം കൊടുത്ത അക്കമിട്ട് പറഞ്ഞു ഞാൻ കൊടുത്ത ഈ ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ രജിസ്ട്രാറിന് കൊടുത്ത പരാതിയിന്മേൽ ഒരു ഹിയറിങ് പോലും നടത്താതെ ആ പരാതി ക്ലോസ് ചെയ്തുകൊണ്ടുള്ള മറുപടി എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരിക്കുക. അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി ഇവർക്ക് ബാധകമല്ലേ? ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ രജിസ്ട്രാറിനും ഈ രജിസ്ട്രാർ ജനറലിനും ഈ മജിസ്ട്രേറ്റിനും ഈ പ്രതിഭാഗം വക്കീൽ 2 വക്കീലന്മാർക്കും ഈ സുപ്രീം കോടതിയുടെ വിധിയൊന്നും ബാധകമല്ല. അവരെന്താ കാണുന്നതെന്ന് അറിയാവൂ? നടരാജൻ എന്ന് പറയണ ഒരു പൊട്ടന. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ നിയമം അറിയാവുന്നവരും നിയമം നന്നായിട്ട് നിയമം അനുസരിച്ച് നിയമം പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒരുപാട് ന്യായാധിപന്മാർ ഇവിടെ ഉണ്ടെന്നേ. നമ്മളുടെ ഇവിടെ മുഴുവൻ കൊള്ളരുതാത്ത ആൾക്കാരല്ല. ഇവിടെ കുറച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിക്കാരനെ കേൾക്കണം, ഹിയറിംഗ് നടത്തണം, അതിനുശേഷം നിയമ നടപടി സ്വീകരിക്കണം. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുള്ളതാണ്. അതൊന്നും പാലിക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളിൽ അധികാരമുണ്ട്, ഞങ്ങൾ സൂട്ടും കോട്ടും ഇട്ടവരാണ്, ഞങ്ങൾക്ക് പവറുണ്ട്, ഞങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്നും തനിക്ക് നീതി കിട്ടില്ല. ഈ ദുരുപദേശം, നുണ, പച്ച കള്ളമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെയൊക്കെ വർത്തമാനം ഉപദേശമൊക്കെ കേട്ടിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെയും അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ദുരുപദേശം കേട്ടുകൊണ്ടാണ് അവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നും നമുക്ക് നീതി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ മുമ്പത്തെ ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ നമ്മളുടെ നിയമ സംവിധാനം അനുസരിച്ച് നീതി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാവപ്പെട്ടവനും സാധാരണക്കാർക്കും സുപ്രീം കോടതിയിൽ വക്കീലിന് ലക്ഷങ്ങളും കോടികളൊക്കെ വെച്ച് കൊടുത്ത് വക്കീലിനെ വെച്ച് കേസ് നടത്താൻ നിവൃത്തിയില്ല. ഹൈക്കോടതിയിൽ പോലും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കൂടുതൽ പണം കൊടുത്തൊരു വക്കീലിനെ വെച്ച് കേസ് നടത്താൻ രക്ഷയില്ല, സാധിക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് സമാനമായ ഓപ്പൺ കോടതികൾ നമ്മളുടെ രാജ്യത്ത് എല്ലാ ജില്ലകൾ തോറും, ഞാൻ കേരളത്തിലെ കാര്യം എടുത്തു പറയുകയാണ്, കേരളത്തിലെ എല്ലാ ജില്ലകൾ തോറും സുപ്രീം കോടതിക്ക് സമാനമായ ഓപ്പൺ കോടതികൾ വേണം.
അതെങ്ങനെയുള്ള കോടതിയായിരിക്കണം? സാധാരണക്കാരനും പാവപ്പെട്ടവനും നേരിട്ട് പരാതി കൊടുക്കുവാനും ആ പരാതി കേട്ട് കാലതാമസം കൂടാതെ ആ പരാതി കേട്ട് അവർക്ക് നിയമ നടപടി നീതി ലഭിക്കുവാനുമായിട്ടുള്ള ഒരു ഓപ്പൺ കോടതികൾ നമുക്ക് വേണം. ഇത് ഞാൻ എൻ്റെ 2 ഷോയ്ക്ക് മുൻപുള്ള ഒരു ഷോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വരണമെങ്കിൽ ജനങ്ങളാൽ വോട്ട് കൊടുത്ത് അധികാരത്തിലേക്ക് വിടുന്ന ഈ ജനപ്രതിനിധികളെന്ന് പറയുന്നവർ നിയമസഭയിൽ അങ്ങനെ നിയമം പാസ്സാക്കണം. അങ്ങനെ നിയമം പാസ്സാക്കി അത് കേന്ദ്രത്തിലും അത് അവതരിപ്പിച്ച് അവിടെയും പാസ്സാക്കി ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും കൊടുത്ത് സുപ്രീം കോടതിയിലും കൊടുത്ത് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഞാനീ പറയുന്ന കാര്യം സഫലമാകൂ. പക്ഷെ ഇവിടെ നമ്മുടെ നിയമസഭയിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ? ജനങ്ങളോട് വോട്ട് മേടിക്കുക, വോട്ട് തണ്ടിക്കഴിഞ്ഞ് അധികാരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിൽ തലയും ചൊറുകി ഈ പ്ലാസ്റ്റിക് ഗേറ്റും തൂക്കി രക്ഷിക്കണേന്നും പറഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങി തെണ്ടി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ പാവപ്പെട്ടവനും സാധാരണക്കാരനും ഉള്ളൂ. അതേസമയത്ത് വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പരാതി അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ചങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നടപടി വന്നു കഴിഞ്ഞു. ഏതന്വേഷണം വേണം? ആ അന്വേഷണം അപ്പം നടത്തി കൊടുക്കും. CBI അന്വേഷണം വേണോ? ജുഡീഷ്യൽ അന്വേഷണം വേണോ? ക്രൈം ബ്രാഞ്ച് അന്വേഷണം വേണോ? ഏത് വിജിലൻസ് അന്വേഷണം വേണം? ഏത് അന്വേഷണം വേണമെങ്കിലും ബന്ധങ്ങളും സ്വാധീനങ്ങളും അധികാരങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടിയാൽ മതി, നടത്തി കൊടുക്കും. ഈ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഉണ്ടല്ലോ, ഈ വോട്ട് കൊടുത്ത് ഈ അധികാരത്തിലേക്ക് ഇരുത്തിയിരിക്കുന്ന ആളുകളുണ്ടല്ല, ഈ പ്ലാസ്റ്റിക് കിറ്റും തൂക്കി ഈ കടലാസും മടക്കി കക്ഷത്തിൽ വെച്ച് ഇങ്ങനെ സാറെ രക്ഷിക്കണമെന്നും പറഞ്ഞ് നടക്കാനേ പറ്റൂ. ഇത് കാര്യകാരണ സഹിതം പറയാനും അവതരിപ്പിക്കാനും ബോധിപ്പിക്കാനും ഒന്നും ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് ജനങ്ങൾക്ക് സാധിക്കില്ല. കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ജനങ്ങൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ ഈ ബഹുമാനപ്പെട്ട നമ്മളുടെ കോടതികൾ ജനങ്ങൾക്ക് ആവശ്യമാണ്. അത് സുതാര്യമാകണം. നമുക്ക് ലീഗൽ സർവീസൊക്കെ ഉണ്ടെന്നൊക്കെ, പാവപ്പെട്ടവനും സാധാരണക്കാർക്കും ലീഗൽ സർവീസ് ഉണ്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുതാര്യമായ രീതിയിലൊന്നും ഭൂരിപക്ഷം കാര്യങ്ങൾ നടക്കണില്ല. എന്തെങ്കിലും അല്ലറ ചില്ലറയൊക്കെ അവർ നടത്തുന്നുണ്ട്. ഇത്തരം കേസുകളൊന്നും അവർ എടുക്കൂല, അവർ ചെയ്യത്തുമില്ല. ഒരു മജിസ്ട്രേറ്റിനെതിരെ 2 വക്കീലന്മാർക്കെതിരെ അല്ലെങ്കിൽ വേറൊരു മജിസ്ട്രേറ്റിനെതിരെ അവർ നടപടിയെടുക്കുമോ? സാധാരണക്കാരനെ സഹായിക്കുമോ? പാവപ്പെട്ടവനെ സഹായിക്കുമോ? ബന്ധങ്ങൾ വലുതല്ലേ, അവർക്കൊക്കെ എന്തും ചെയ്യാം, ഏതും ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന നല്ല ന്യായാധിപന്മാരുടെ സഹായം കൊണ്ടും ഈ നീതിക്ക് വേണ്ടി ഇങ്ങനെ ഈ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത അവരുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര നിരപരാധികളെ ഇവർ ജയിലിൽ അടച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, എൻ്റെ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന എൻ്റെ കേസിൽ എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞു എന്ന കാരണത്താൽ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി എൻ്റെ കേസിലെ പ്രതികളിൽ SC/ST വിഭാഗത്തിലെ ഒരു പ്രതി എൻ്റെ സാക്ഷിയുടെ പേരിലും കള്ളപ്പരാതി കൊടുത്ത് കേസെടുപ്പിച്ച് പോലീസിനെ കൊണ്ട്. പോലീസ് എടുത്ത ആ കേസ് സ്വാധീനങ്ങൾക്ക് വഴങ്ങി പോലീസ് എടുത്ത ആ കേസ് തുടർന്നുള്ള അന്വേഷണത്തിൽ അത് കള്ളക്കേസാണ്, കള്ളപ്പരാതിയാണെന്ന് മനസ്സിലാക്കി അത് റെഫർ ചെയ്തു. ആ പോലീസ് റെഫർ ചെയ്ത കേസ് സെഷൻസ് കോടതി മുമ്പാകെ 3 കൊല്ലം ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ച് കേസ് നടത്തിച്ചു. അവസാനം അങ്ങൊരു നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ഇതിന് കാരണക്കാരാരാ? അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നല്ല പങ്കില്ലേ ഇതിൽ? പോലീസിന് നല്ല പങ്കില്ലേ? എന്തായിരുന്നു ഉദ്ദേശം? സാക്ഷിക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാദിയും മാറിക്കോളും, പിന്നോട്ട് മാറിക്കോളും. അപ്പം അതിലവർ വിജയിക്കാതെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അന്ന് വാദിക്കിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ
രഹസ്യമായ വാറണ്ടുകളും ഇങ്ങനെയുള്ള ഈ നിയമലംഘനങ്ങളെല്ലാം എനിക്കെതിരെ മജിസ്ട്രേറ്റും ഈ വക്കീലന്മാരും അവരുടെ അനുയായികളും പോലീസും ഒക്കെ സംഘം ചേർന്നുകൊണ്ട് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മളുടെ ഇവിടെ എങ്ങനെ നീതി കിട്ടും? നമുക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വേദനാജനകമായ പല കാര്യങ്ങളും പറയുവാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നടത്തുന്ന ഈ നീതിപീഠത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന കൊള്ളരുതായ്മകളും നിയമലംഘനങ്ങളെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാന്യപ്രേക്ഷകരോടും ന്യായാധിപന്മാരോടും എനിക്ക് പറയുവാനുണ്ട്. അതിനി അടുത്ത ഒരു ഷോയിലേക്ക് ഞാൻ അത് പറയാം.